ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് JPHന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതായത് ഇന്നലെ 16-ാം തീയതിയാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. പലരും ഒത്തിരി ഡൗട്ട് ചോദിച്ചിരുന്നു. അതായത് നോൺ സയൻസ് നഴ്സിംഗുകാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതല്ല ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. സോ അതിന് മറുപടി എന്നോണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ച് JPHN എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കാം. ഇതിന്റെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC പ്ലസ് ANM ആണ്. അപ്പം SLC ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ANM ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന വലിയ ഡൗട്ട് വരേണ്ട കാര്യമില്ല, മിക്കവാറും വരത്തില്ലായിരിക്കും. പക്ഷേ GNM കഴിഞ്ഞവർക്കോ അതല്ല BSc MSc ഒക്കെ കഴിഞ്ഞവർക്ക് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ JPHN പോസ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ വീഡിയോയില് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയും, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യത്തേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എങ്ങനെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം, ദെൻ ഹൗ ടു അപ്ലൈ വിത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അതായത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പോസ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, JPHന്റെ പുതിയ ബാച്ച് എജൂസ് അക്കാഡമി ഈ വരുന്ന 19-ാം തീയതി, അതായത് വരുന്ന 19-ാം തീയതി വ്യാഴാഴ്ച ഞങ്ങൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് 19th ഡിസംബർ നമ്മൾ JPHന്റെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് ഞങ്ങളുടെ ഓഫീസ് നമ്പർ ഇതിന്റെ കമന്റ് സെഷനിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. സോ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തിനാണ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും, ഫ്രീ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ്, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ആയിരിക്കും ഞങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, JPHന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാറ്റഗറി നമ്പർ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം 470/2024 470/2024 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ. സ്കെയിൽ ഓഫ് പേ 31,100. ഓക്കെ, 31,100 മുതൽ 66,800 ഇതാണ് നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇന്നലെ ആയിരുന്നു, അതായത് 16-ാം തീയതി 16 ഡിസംബർ 2024. ലാസ്റ്റ് ഡേറ്റ് 15 ജനുവരി 2025. വേക്കൻസീസ് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അതായത് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളിടത്തോളം കാലം വരുന്ന വേക്കൻസീസ് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യുന്നത്. സോ ആരും ഈ ലാസ്റ്റ് ഡേറ്റ് ആകാനായിട്ട് നോക്കിയിരിക്കരുത്. ചിലപ്പോൾ സൈറ്റ് ഡൗൺ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മറന്നു പോകാം. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യുക, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. ഇതിൽ കാറ്റഗറി നമ്പർ, ഇതിലെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഒരു ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. രണ്ടാമതായി ഒരു കാര്യം, ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്? SSLC ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുകൂടാതെ തന്നെ ANM അല്ലെ, ANM ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് SSLC പ്ലസ് ANM. ദെൻ എന്ത് വേണം? രജിസ്ട്രേഷൻ വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ. സോ ഇത് മൂന്നുമാണ് നമുക്ക് JPHN അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അതായത് SSLC, ദെൻ ANM കോഴ്സ് പാസ്സായിരിക്കണം, അതുകൂടാതെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലുമായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ANM ക്വാളിഫിക്കേഷൻ ഇല്ല, പക്ഷെ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാകുക. അതായത് GN ഉണ്ടാകും, അല്ലെങ്കിൽ BSc MSc പോസ്റ്റ് ബേസിക് പോലെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാകുക. സോ ആ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് JPHN എങ്ങനെ അപ്ലൈ ചെയ്യാം അതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു ലിങ്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ. സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോ ഓപ്പൺ ആയി ചെല്ലുന്നത് ഇതുപോലൊരു പേജിലേക്കായിരിക്കും. സോ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? The following is the list of qualification which were accepted as equivalent, which were accepted as equivalent or higher qualification in the previous selections of this post. അതായത് JPHN പോസ്റ്റില് ഇതിന് മുന്നേ ഉള്ള സെലക്ഷൻസിൽ
ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ആണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. സോ ദ കാൻഡിഡേറ്റ്സ് പൊസസിങ് ദീസ് qualifications can apply for the post by clicking the apply now button. Okay, apply now button. Such candidates need not produce any certificate to prove their equivalent or higher claim. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇക്വലന്റ് ക്വാളിഫിക്കേഷന്റെയോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷന്റെയോ ക്ലെയിമിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. However, the admissibility of these qualifications for this present selection will be examined afresh by the commission in light of relevant government order or court order. അതായത് ഇതിനെക്കുറിച്ചുള്ള ഹയർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കമ്മീഷൻ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നീട് അത് വേണമെങ്കിൽ അത് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരിഗണിക്കും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂളിന് പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് ANM സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ accepted in the previous selections of this post. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സെലക്ഷൻസിലെ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പരിഗണിച്ചിരുന്നത് ഏതൊക്കെയാണ് പറയുന്നത്. എന്താണ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, അതായത് GNM. ഓക്കെ, GNM. അത് കൂടാതെ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ANM. ഓക്കെ, ANM. ദെൻ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആൻഡ് MSc നഴ്സിംഗ്. സോ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 41 ഇയേഴ്സ് ആണ്. 18 മുതൽ 41 വയസ്സാണ്. SC ST കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷത്തിന്റെ റിലാക്സേഷനും OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷത്തിന്റെയും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. സോ നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? സോ ഇത് ഇക്വലന്റ് റെഗുലർ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുകൂടാതെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കേരള PSC, ഓക്കെ, കേരള PSCയുടെ സൈറ്റ് ലോഗിൻ ചെയ്യുക. സോ അത് കേരള PSCയുടെ സൈറ്റ് ലോഗിൻ ചെയ്യാനുള്ള വെബ് അഡ്രസ്സ് ഞങ്ങൾ ഇതിന്റെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. സോ ആ ലിങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് പോകാം. ഇൻ കേസ് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കേരള PSCയുടെ സൈറ്റിന്റെ അഡ്രസ്സ് ഞങ്ങൾ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ്. സോ അങ്ങനെ ഒരു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന വെബ് പേജ് ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസ് യൂസർ ID, ഓക്കെ, യൂസർ IDയും അതിന്റെ പാസ്വേഡും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ആക്സസ് കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ലോഗിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് കേരള PSCയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് ഈ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടാകണം, ഒരു സൈൻ ഉണ്ടാകണം. ഇത് രണ്ടും സ്കാൻഡ് കോപ്പി ഉണ്ടാകണം. അതുകൂടാതെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നുകിൽ സ്കാൻഡ് കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോവുക. അവിടെ നിന്ന് സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്കൊരു വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടാവണം, ഒരു മെയിൽ ID ഉണ്ടാവണം. ഇത്രയാണ് രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ പോവുക. അതായത് വെൽക്കം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേജിലേക്കായിരിക്കും നമ്മൾ പോവുക. സോ ഇവിടെ നിന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ഫോർ പോസ്റ്റ് ഇങ്ങനെ ഒരു ടാബ് ഉണ്ടാവും. ഈ ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ ചെന്നെത്തുക. ഓക്കെ, സോ ഇതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടാവും. സമ്മറി ഓഫ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിന്റെ ഒരു സമ്മറി ഉണ്ടാകും. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ എന്ന പോസ്റ്റ് എന്ന ഈ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്വിക്ക് അപ്ലൈ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ JPH പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ലിങ്കിലേക്ക് പോകാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ എന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരുക ഇങ്ങനെ ഒരു
പേജിലേക്കായിരിക്കും. സോ ഇവിടെ നമുക്ക് കാണാം ഈ നോട്ടിഫിക്കേഷൻ, അതായത് 470/2024 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട, ഈ നോട്ടിഫിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ കണ്ടുപിടിക്കുക. ഇതിൽ ഈ ചെക്ക് എലിജിബിലിറ്റി, ഓക്കെ, ചെക്ക് എലിജിബിലിറ്റി എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചെക്ക് എലിജിബിലിറ്റി എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ANM ക്വാളിഫിക്കേഷൻ അല്ലാതെ, ഓക്കെ, ANM ക്വാളിഫിക്കേഷൻ അല്ലാതെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ടാബിലേക്കായിരിക്കും ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും അത് ഓപ്പൺ ചെയ്ത് എത്തുക. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇൻഎലിജിബിൾ എന്ന് കാണുകയാണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വൈ ഐ ആം ഇൻഎലിജിബിൾ, എന്തുകൊണ്ടാണ് ഞാൻ ഇൻഎലിജിബിൾ എന്ന ഈ ടാബിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു ടാബ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെബ് പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. സോ ഇതിനകത്തുണ്ട് ക്വാളിഫിക്കേഷൻ, ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ടാവും. സോ അവർ പറയുന്നത് SSLC അല്ലെങ്കിൽ 10th ലെവൽ. സോ അത് നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഇൻ ANM. ഓക്കെ, അത് നമുക്കില്ല. നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ ഇൻ ദ പ്രൊഫൈൽ എന്നാ പറയുന്നത്. രജിസ്ട്രേഷനും ഉണ്ട് അല്ലെ. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ അവർ ഒന്നുകൂടി ചെക്ക് ചെയ്യും, 10th ലെവൽ ഉണ്ട്. വേറൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റിലാണ്, അതുമില്ല അല്ലെ. സോ ഇതുകൊണ്ടാണ്, പിന്നെ KNMC രജിസ്ട്രേഷൻ അതുണ്ട്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇൻഎലിജിബിൾ ആയിട്ട് കാണിക്കുക. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പോയിട്ട് ഈ അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ, ഓക്കെ, അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ എന്ന ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക, അപ്പം വേറെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. സോ ഇതായിരിക്കും നമുക്ക് അപ്പം ഓപ്പൺ ആയി വരുന്ന വിൻഡോ. ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതായത് നമ്മുടെ പേര്, നെയിം ആസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ്, നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഡേറ്റ്, ഓക്കെ, ഡേറ്റ്, അതായത് ഡേറ്റ് ഓൺ ദ ഫോട്ടോഗ്രാഫ്, അത് ഡേറ്റ്, മന്ത്, ഇയർ, ഓക്കെ, ഡേറ്റ്, മാസം, ഇയർ എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ എന്നുള്ള ഓർഡറിൽ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ ചെയ്യുക, നമുക്ക് കുറച്ച് ഡിക്ലറേഷൻസ് ടിക്ക് ചെയ്യാനുണ്ടാവും. സോ ഈ ഡിക്ലറേഷൻസ് എല്ലാം നമ്മൾ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇങ്ങനെയുള്ളൊരു പേജിലേക്കായിരിക്കും പോവുക. സോ ഇതിനകത്ത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നമ്മുടെ ഫോട്ടോ ഉണ്ടാകും, പിന്നെ നമ്മുടെ കാറ്റഗറി നമ്പർ 470/2024, പോസ്റ്റിന്റെ പേരുണ്ടാവും, സെലക്ഷൻ ഫോർ സ്റ്റേറ്റ് വൈഡ് ആണ്, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്തിട്ട് യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡ്യൂക്കേഷണൽ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഡീറ്റെയിൽസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് വരും. അതായത് 10th ലെവൽ നമ്മൾ പറയുന്നുണ്ട്, SSLC ജനറൽ അത് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, രണ്ടാമത് സർട്ടിഫിക്കറ്റ് ഇൻ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി, അതായത് ANMന്റെ സർട്ടിഫിക്കറ്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ചൂസ് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന ഓപ്ഷൻ, ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചൂസ് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്നുള്ള സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, അതിനകത്ത് നമ്മുടെ ഇക്വലന്റ് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ, ഇപ്പൊ GNM ആണെങ്കിൽ GNM, BSc ആണെങ്കിൽ BSc, പോസ്റ്റ് ബേസിക് ആണെങ്കിൽ പോസ്റ്റ് ബേസിക്, MSc ആണെങ്കിൽ MSc. സോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിന്റെ ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് മൂന്നാമതായിട്ട് രജിസ്ട്രേഷൻ വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫേഴ്സ് കൗൺസിൽ. സോ അതും ഇവിടെ നിന്ന് ഈ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്തിട്ട് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം വീണ്ടും ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് പറയും confirm qualified for this post by answering yes, you are hereby declaring that you actually possess the qualification and other details entered in your profile for submitting this application. So അങ്ങനെ ഒരു ഡിക്ലറേഷൻ വരും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും നെക്സ്റ്റ് ടാബിലേക്ക് പോവും. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വരും. അതായത് രജിസ്ട്രേഷൻ ഒന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇൻ ANM അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് BSc നഴ്സിംഗ് ആണ്. ദെൻ രജിസ്ട്രേഷൻ വിത്ത് KNMC അത് നമ്മുടെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസും ഇവിടെ തെളിഞ്ഞു വരും. ഓക്കെ, ഈ ടാബിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും.
നെക്സ്റ്റ് അഗൈൻ നമുക്ക് നമ്മുടെ പ്രിഫേർഡ് സെന്റർ, പ്രിഫേർഡ് ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് ഫോർ റൈറ്റിംഗ് ദ എക്സാമിനേഷൻ. നമുക്ക് സാധാരണ നമ്മൾ PSC എക്സാമിന് ചെയ്യുന്നത് പോലെ തന്നെ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്റ്റാണ് വേണ്ടത്, താലൂക്ക് ഏത് താലൂക്കാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്യുക. സർട്ടിഫൈ ദാറ്റ് ദ അബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് ആൻഡ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിക്ലറേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പ്രിവ്യൂ ആപ്ലിക്കേഷൻ, ഓക്കെ, പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്ന ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ സമ്മറി നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം എന്താ ചെയ്യുക, അതിനുശേഷം ലാസ്റ്റ് ഉള്ള ഈ ഡിക്ലറേഷൻ വീണ്ടും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് സർട്ടിഫൈ ദാറ്റ് ദ അബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ഓക്കെ, സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സോ അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. കേരള PSCക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ കേരള PSCക്ക് നമ്മുടെ JPHN എന്ന പോസ്റ്റിലേക്കുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ആകുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലേക്കും നിങ്ങളുടെ ഇമെയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിലേക്കും അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. സോ ഇത്രയാണ്, ഈ രീതിയിലാണ് നമുക്ക് നോൺ അല്ലെങ്കിൽ ANM ക്വാളിഫിക്കേഷൻ അല്ലാതെ അതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ക്ലെയിം ചെയ്യുന്ന GNMകാർക്കും BSc MScക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടുന്ന രീതി ഇതാണ്. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് JPHN പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി ഞങ്ങളുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അതായത് JPHന്റെ, ഓക്കെ, വരാൻ പോകുന്ന JPHന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ ഇവിടെ എഡ്യൂസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന 19-ാം തീയതി, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വ്യാഴാഴ്ച 19-ാം തീയതിയാണ് ഞങ്ങള് പുതിയ ബാച്ച്, JPHന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ മെയിൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ JPHന്റെ സിലബസിന് പ്രകാരമുള്ള ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അനിമേറ്റഡ് ക്ലാസ് ഉണ്ടാകും, ലൈവ് സെഷൻസ് ഉണ്ടാകും, കൂടാതെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി അനുസരിച്ച് നിങ്ങളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ ഞങ്ങൾ പീരിയോഡിക് റിവിഷൻ നടത്തുന്നതായിരിക്കും. പീരിയോഡിക് ആയിട്ടുള്ള ടെസ്റ്റ്, ഓക്കെ, OMR ബേസ് ചെയ്തിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. കൂടാതെ തന്നെ മെന്റൽ സപ്പോർട്ട്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മെയിൻ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ ഈ റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ ആക്സസും റാങ്ക് ബൂസ്റ്റർ പാക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്താണ് റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റാങ്ക് JPHന്റെ മെയിൻ ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ റാങ്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന തരത്തിലുള്ള ട്രെയിനിങ്, അല്ലെങ്കിൽ തരത്തിൽ നിങ്ങളെ സജ്ജമാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡിസ്കഷൻസ്, പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആക്സസ്, ഇത്രയും ആയിരിക്കും ഞങ്ങൾ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എഡ്യൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈ മെയിൻ കോഴ്സും അതിനോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്കും അവൈൽ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യാം. ഇന്നു മുതൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്സാംസ്.